മഷ്റൂം മെഴുക്ക് പുരട്ടി വെക്കാൻ പോവുകയാണേ. നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ അതിനകത്തോട്ട് മസാലപ്പൊടി, മഷ്റൂം ആയതുകൊണ്ടാണ് മെഴുക്ക് പുരട്ടിക്ക് ഇച്ചിരി മസാല ഇടുന്നത്. അല്ലാത്ത മെഴുക്ക് പുരട്ടിക്ക് നമ്മൾ മസാല ഇടത്തില്ല. ഇത് മഷ്റൂം ആയതുകൊണ്ടാണ്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള അരിഞ്ഞതാണ്. സവാളയും പച്ചമുളകുമാണ്. അതും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കും. ഇനി മഷ്റൂം കൂടെ ഇട്ട് കൊടുക്കാമേ. ഒത്തിരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിത് മൊത്തത്തിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. കാരണം ഇത് വെള്ളം ഇറങ്ങും. വെള്ളം നമുക്ക് പെട്ടെന്ന് പറ്റിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കണം. തുറന്ന് വെച്ച് നമ്മൾ വെള്ളം പറ്റിച്ചെടുക്കുക. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാമേ. അതിപ്പോൾ തന്നെ വെള്ളം ഇറങ്ങി. ഇനി ഇത് അടയ്ക്കേണ്ട കാര്യമില്ല. അടച്ചാൽ വെള്ളം പറ്റാൻ പാടാണ്. വെച്ച് തീ കൂട്ടി കൊടുക്കാമേ. കുറച്ച് നേരം ഇരിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. അതായത് വെള്ളം ഒത്തിരി ഉണ്ട്, വെള്ളം ഇറങ്ങി. അതുകൊണ്ട് അത് തുറന്ന് വെച്ച് നമുക്കൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണേ. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ കുറച്ച് നേരം കിടക്കട്ടെ. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ മെഴുക്ക് പുരട്ടി വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തോരൻ വെക്കുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്കിനി തീ ഓഫ് ചെയ്യാമേ. ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഇതിന് ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണമേ.